ഞാൻ ജനിച്ച് ഇതുവരയ്ക്കും എൻ്റെ കൈകൊണ്ട് വയ്ക്കാത്തൊരു കറിയാണിത്. ആദ്യമായിട്ട് വയ്ക്കാൻ പോകുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ തെറ്റ് കിട്ടുകൊണ്ട് ഇങ്ങനെ ക്ഷമിക്കുക. ഇങ്ങനെ പക്ഷേ ഇത് കുറച്ച് റെഡിയായി ലാസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ 2 തവണ കഴിച്ചിട്ടുണ്ട്. ഒന്ന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഷിബു എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ എൻ്റെ വൈഫിനെ കൊണ്ട് വെച്ച് തന്നതും, പിന്നെ അല്ലാതെ ഒരു തവണ ഹോട്ടലിൽ പോയപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഇത് മേടിക്കാൻ പ്രത്യേകമായത് വേറെ ആരെല്ലാം മീൻ കൊണ്ടുവന്ന് അവൻ്റെ മുടുക്കാതിരിക്കുക. അവരെന്നെ അങ്ങോട്ട് കളിയാക്കി ഇത് വെക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി. യൂട്യൂബൊക്കെ നോക്കി വെച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ വിട്ടു കൊടുക്കാൻ പാടില്ലല്ലോ. 2 സങ്കല്പിച്ചങ്ങ് മേടിച്ചു. പടിയിൽ ചവിട്ടി വീട്ടിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ചേട്ടൻ്റെ ചോദ്യം, അയ്യേ ഇതൊന്നും അമ്മ കണ്ടപ്പോഴത്തേക്കും നിനക്ക് വേറൊന്നും കിട്ടിയില്ല എന്നുള്ള ഒരു ചോദ്യം. പിന്നെ ഓടിക്കൊണ്ട് വെച്ചിട്ട് ഫസ്റ്റ് ഫോൺ എടുക്കുക, 3-4 വീഡിയോ കണ്ടു നോക്കി. അപ്പോൾ അതിനകത്ത് കറി വയ്ക്കാനും കണ്ടായിരുന്നു, തോരൻ വയ്ക്കാനും ഒക്കെ കണ്ടായിരുന്നു. ഇന്ന് ഞാൻ എൻ്റേതായ ശൈലിയിൽ ഞാനങ്ങ് തോരൻ വെച്ചു. അതിനകത്ത് അവരുടെ ഇൻഗ്രീഡിയൻസും ഉണ്ട്, എൻ്റേതായ കൂട്ടും അങ്ങനെയൊക്കെ ചേർത്തിട്ടത് തോരൻ. കഴിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് 2 തവണ കഴിച്ചിട്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് തോരൻ വയ്ക്കാൻ തീരുമാനിച്ചു. കഴുകാൻ വരെ എനിക്ക് അറിയത്തില്ലായിരുന്നിട്ട് എങ്ങനെ വൃത്തിയാക്കണം എന്നതൊക്കെ ഞാൻ പഠിച്ചു. 2 സവാള, കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടെയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ഇതിൽ തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ എനിക്ക് ഇങ്ങനെയല്ല, ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു തരാമോ എന്നും കൂടെ ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊരു അബദ്ധം പറ്റിയതാണ്. ശരിക്കും നല്ല ഇല പോലത്തെ ഒരു പ്ലേറ്റായിരുന്നു. അത് നല്ല സ്റ്റൈലിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അത്രയും കിട്ടിയുള്ളൂ. അതെന്ത് പറ്റിയെന്ന് എനിക്കും അറിയത്തില്ല. ചട്ടി വെച്ചു, എണ്ണ ചൂടായപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും സവാളയൊക്കെ ഞാൻ ചെറുതായിട്ടായിരുന്നത്, തീരെ നൈസായിട്ടായിരുന്നു. അങ്ങനെയാണോ ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ എരിഞ്ഞ് വെച്ചു. ഒന്ന് ചൂടാകുമ്പോൾ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അതുവരെ ഇത്ര ചെറുതായിട്ടായിരുന്നത് ചെറിയ ഉള്ളി. പക്ഷേ ഇത് ലാസ്റ്റ് എനിക്കിത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അന്ന് കഴിച്ചതുപോലെ തന്നെയായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇവിടെ ആകെ കൂടി കഴിക്കുന്നത് അച്ഛനും പിന്നെ ഞാനും 2 കുട്ടികളും. പിന്നെ ഇത് മേടിച്ചതിൻ്റെ ഒരു ഉദ്ദേശം വെച്ചാൽ കുട്ടികൾ എല്ലാം കഴിക്കണം, എല്ലാ ഫുഡും കഴിച്ച് വളരണം. 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവർ കെട്ടുന്ന പെൺകുട്ടികൾ എന്നെ ശപിക്കരുത്, ഇതെന്നിങ്ങനെ വളർത്തി വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ട്. എല്ലാം കഴിക്കണം. ഇത് ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ട് മുളക് പൊടി തേകിയപ്പോഴത്തേക്കും ഇങ്ങനെ ആയിപ്പോയി, ചട്ടിയിൽ മൊത്തമായി. അങ്ങനെയൊക്കെ തന്നെ ഒരു കൈ കൊണ്ടുള്ള അഭ്യാസമായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ലേശം അടി തിരിഞ്ഞു എന്നൊരു സംശയം. പക്ഷേ കുഴപ്പമില്ല, വെന്തിട്ട് അങ്ങനത്തെ ഒരു ടേസ്റ്റ് വ്യത്യാസം, ചട്ടിയല്ലേ, വ്യത്യാസമൊന്നുമില്ലായിരുന്നു. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയാണ് അതിനകത്ത് ചേർത്ത്. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചൂടായപ്പോഴത്തേക്ക് നമ്മളെ കഴുകി വൃത്തിയാക്കി ഞണ്ട് അതിനകത്ത് ഇട്ട് കൊടുത്തു. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അടച്ച് വെച്ചിരുന്നു. അടച്ച് ഈ ഒഴിച്ചു കൊടുക്കുന്ന പുളിവെള്ളമാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് ഞാനായിട്ട് ചേർത്തിട്ടുണ്ട്. പുളിവെള്ളം കുറച്ച്, ഒരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ 1/4 ഭാഗം പുളിവെള്ളം, അത്ര. അത് ആ വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇത് ചതച്ച് വെച്ച തേങ്ങ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പിലയും തേങ്ങയും മാത്രമേ ഉള്ളൂ അതിനകത്ത്. എന്നായിരുന്നാലും അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ, അടിപൊളിയായിരിക്കും. വേറെ വലിയ പരിപാടിയൊന്നുമില്ല, വൃത്തിയാക്കാനൊക്കെ എളുപ്പം തന്നെയാണ് കേട്ടോ. എല്ലാ മീനേക്കാളും എനിക്ക് ഭയങ്കര പാടായിരുന്നു ആദ്യം തോന്നി, പക്ഷേ എളുപ്പമാണ്. ഇത് മേടിച്ച് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എളുപ്പമായിരുന്നു. ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് റെഡി ആയില്ല ഗൈസ്. ഇങ്ങനെയാണ് കിട്ടിയത്. അടിപൊളി ടേസ്റ്റായിരുന്നു, വെറുതെ പറയുന്നതല്ല. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് ഇരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ടാറ്റ, ബൈ ബൈ.